ഇനി നമുക്കിതിൻ്റെ വോൾട്ടേജ് ഇക്വേഷനൊക്കെ ഡെറൈവ് ചെയ്യാനുണ്ട്. അതായത് ആ വോൾട്ടേജ് ഇക്വേഷൻ നമുക്ക് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻ, അതുപോലെ വോൾട്ടേജ് റിപ്പിൾ, കറണ്ട് റിപ്പിൾ, ഇത്രയും ഇക്വേഷൻസ് കൂടി വേണം. അപ്പം ആവറേജ് വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ ഈസ് 0. നമ്മൾ ഇൻഡക്ടറിൻ്റെ അക്രോസ് ഉണ്ടാകുന്ന ആവറേജ് വോൾട്ടേജ് 0 ആയിട്ട് എടുക്കും. അപ്പോൾ സോ വി ക്യാൻ റൈറ്റ് എന്ത് ചെയ്യും, നമ്മൾ ഓൺ ടൈമിലുള്ള ഇൻഡക്ടറിന് അക്രോസ് ആയ വോൾട്ടേജ് എന്ത് പറഞ്ഞു, വി എസ് മൈനസ് വി ഒ എന്ന് പറഞ്ഞു. ഓഫ് ടൈമിൽ വി ഒ എന്നും പറഞ്ഞു അല്ലേ. അപ്പോൾ വി എസ് മൈനസ് വി ഒ ഇൻറ്റു ടേൺ ഓൺ ഈസ് ഈക്വൽ ടു വി ഒ ഇൻറ്റു വി ഒ മൈനസ് പ്ലസ് ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ വി ഒ എന്നുള്ളൊരു വാല്യൂ എടുത്തു. അപ്പം വി ഒ ഇൻറ്റു ടി ഓഫ് എന്നെടുത്ത്. ഓക്കെ, ഓൺ ടൈമിലെ വോൾട്ടേജും ഓഫ് ടൈമിലെ വോൾട്ടേജും ആവറേജ് എടുക്കുമ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ട് വി എസ് മൈനസ് വി ഒ ഇൻറ്റു ടി ഓൺ മൈനസ് വി ഒ ഇൻറ്റു ടി ഓഫ് ഇസ് ഇക്വൽ ടു 0 വരും. അതുകൊണ്ട് ഇപ്പുറം വരുമ്പോൾ വി ഒ ഇൻറ്റു ടി ഓഫ് എന്ന് എഴുതി. ഇനി ഇതിനെ വി എസ് ഇൻറ്റു ടി ഓൺ മൈനസ് വി ഒ ഇൻറ്റു ടി ഓൺ സ്പ്ലിറ്റ് ചെയ്താൽ പ്ലസ് വി ഒ ഇൻറ്റു ടി ഓഫ്. ഇത് എഴുതുന്നതിന് ഈ ഒരു ലൈൻ കുഴപ്പമില്ല, കാരണം അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. ഇനി വി എസ് ഇൻറ്റു ടി ഓൺ ഇവിടെ വെച്ചിട്ട് വി ഒ ഇൻറ്റു ടി ഓൺ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വി ഒ ഇവിടെ വരും, ടി ഓൺ ഈ പ്ലസ് മൈനസ് ഇപ്പുറം വരുമ്പോൾ പ്ലസ് ആവും. ടി ഓൺ പ്ലസ് ടി ഓഫ് എന്നാവും. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മളെ റേഷ്യോ, ദാറ്റ് ഈസ് വി ഒ ബൈ വി എസ്. ഇപ്പോൾ വി ഒ ഇവിടെ വെച്ച് വി എസ് ഇവിടെയും വെച്ചു. അപ്പോൾ ടി ഓണിന് ഇങ്ങോട്ട് അല്ലേ, വി ഒ ഇവിടെ വെച്ചു, വി എസ് ഇതിൻ്റെ താഴെ കൊണ്ടുവന്നു. അപ്പം ടി ഓൺ ഇവിടെയുണ്ട്, ടി ഓൺ പ്ലസ് ടി ഓഫ് ഇങ്ങോട്ട് വരും. ടി ഓൺ ബൈ ടി ഓൺ പ്ലസ് ടി ഓഫ്. അപ്പോൾ ടി സിക്കൽ ടു ടി ഓൺ പ്ലസ് ടി ഓഫ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം, അതിന് നമുക്ക് ടി എന്ന് എഴുതാം അല്ലേ. ദെർഫോർ ടി ഓൺ ബൈ ടി. അപ്പോൾ ടി ഓൺ ബൈ ടി നമ്മൾ ഇനീഷ്യലി സ്റ്റെപ്പ് ഡൗൺ കൺവെർട്ടർ പറയുമ്പോൾ തന്നെ പറഞ്ഞു എന്താണ്, ഡ്യൂട്ടി റേഷ്യോ, അതായത് ഓൺ ടൈം ബൈ ടോട്ടൽ ടൈമിന് നമുക്ക് ഡ്യൂട്ടി റേഷ്യോ എന്ന് പറയും. ആ ടി ഓൺ ബൈ ടീനെ ഡ്യൂട്ടി റേഷ്യോ എന്ന് പറയും. അപ്പം ഈ ഒരു കംപ്ലീറ്റ് ടേമിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഡി എന്ന് എഴുതാം അല്ലേ. ടി ഓൺ ബൈ ടി ഡി. ദെർഫോർ വി ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഡ്യൂട്ടി റേഷ്യോ ഇൻറ്റു വി ഇൻപുട്ട്. അതായത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡ്യൂട്ടി റേഷ്യോ ഇൻറ്റു വി ഇൻപുട്ട്. അപ്പം ക്ലിയർ അല്ലേ, വി ഒ ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു വി എസ്. അപ്പം ഇൻ കേസ് വി എസ് ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ടാണ് വിചാരിക്കും, ഇൻപുട്ട് വോൾട്ടേജ് 5 വോൾട്ടാണ്, ഡ്യൂട്ടി റേഷ്യോ 0.5 ആണ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഡ്യൂട്ടി റേഷ്യോ 5 ഇൻറ്റു 0.5, അതായത് 2.5 വോൾട്ട് കിട്ടും ഔട്ട്പുട്ടിൽ. അതായത് ഈ ഒരു ഇക്വേഷൻ പ്രകാരം ഡ്യൂട്ടി റേഷ്യോ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1. അപ്പം വി ഒ എന്ന് പറയുന്നത് വി എസ് ഇൻറ്റു ഡി, ഇൻപുട്ടിനേക്കാളും എപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും ചെറുതായിരിക്കും. അതാണ് ബക്ക് കൺവെർട്ടർ. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇക്വേഷൻ ഫോർ കറണ്ട് റിപ്പിൾ. അപ്പോൾ കറണ്ട് റിപ്പിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ അനാലിസിസ് ചെയ്യുന്നത് മൊത്തം കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡലാണ്. ദാറ്റ് ഈസ് കറണ്ട് ഈസ് നോട്ട് റീച്ചിങ് 0. ഇനി നമ്മൾ എന്തെടുത്തു, വി എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു നമ്മളെ വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടറിൻ്റെ ഒരു ജനറൽ ഇക്വേഷനാണ് വി എൽ അല്ലെങ്കിൽ ഇ എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി അല്ല. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്, വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ വി എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഇനി ഡ്യൂറിങ് ടേൺ ഓഫ് ടൈമിൽ ഇൻഡക്ടർ വോൾട്ടേജ് എന്താണ്, സ്വിച്ച് ഓഫായ സമയത്ത് നമ്മൾ പറഞ്ഞു ഇൻഡക്ടർ വോൾട്ടേജ് എന്താണ്, വി ഒ ആണ്. നമ്മൾ ചിഹ്നമൊന്നും എടുക്കുന്നില്ല. ഇൻഡക്ടർ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വി ഒ അല്ലേ, വി എസ് ഇല്ല. അപ്പോൾ ഇൻഡക്ടർ വോൾട്ടേജ് വി ഒ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ തന്നെ. ഡി ഐ എല്ലിന് പകരം ഡെൽറ്റ ഐ എൽ, ഡി ഐ എൽ ചേഞ്ച് ഇൻ കറണ്ട്, അത് തന്നെയാണ് ഡെൽറ്റ ഐ എൽ. ഡെൽറ്റ ഐ എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് റിപ്പിൾ, ചേഞ്ച് ഇൻ കറണ്ടിന് തന്നെയല്ലേ കറണ്ട് റിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ ആണ്. അപ്പം ഡെൽറ്റ ഐ എൽ ഡിവൈഡ് ബൈ ഡി ടി, ടൈം എന്ന് പറയുന്നത് എന്താണ്, ഓഫ് ടൈം ടി ഓഫ്. ഇനി ഡ്യൂട്ടി റേഷ്യോൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡി ഇസിക്കൽ ടി ഓൺ ബൈ ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ് ഡ്യൂട്ടി റേഷ്യോ, നമ്മൾ പഠിച്ചു. അപ്പം ടി ഓൺ ഇൻറ്റു ഡി പ്ലസ് ടി ഓഫ് ഇൻറ്റു ഡി ഇസിക്കൽ ടി, അതായത് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. ദെർഫോർ ടി ഓഫ് ഇൻറ്റു ഡി എന്ത് കിട്ടി, ടി ഓൺ മൈനസ് ടി ഓഫ് ഇൻറ്റു ഡി ഇസിക്കൽ ടു ടി ഓൺ മൈനസ് ടി ഓൺ ടു ഡി അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ, മുകളിലത്തെ ഇക്വേഷനിൽ ടി ഓൺ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ടി ഓൺ ഇൻറ്റു 1 മൈനസ് ഡി ഡിവൈഡ് ബൈ
ഈ ഡി താഴോട്ടും വരും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ടി ഓഫ് ഇസിക്കൽ ടു ടി ഓൺ ഇൻറ്റു 1 മൈനസ് ഡി ബൈ ഡി. അതായത് നമുക്ക് ടി ഓണിനെ നമുക്ക് എന്ത് ചെയ്യാം, ടി ഓണിനും ടി ഓഫിനൊക്കെ ഡ്യൂട്ടിലേഷൻ്റെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്തെന്ന് മാത്രം, ഇല്ല കാര്യമൊന്നുമില്ല. അപ്പോൾ ടി ഇസിക്കൽ ടു ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ്, ടി ഓൺ ഇസിക്കൽ ടു ടി മൈനസ് ടി ഓഫ് ആണ്. ദർഫോർ ഡി ഇസിക്കൽ ടു ടി ഓൺ ബൈ ടി ആണ്. അപ്പോൾ നമുക്ക് ഡീനെ എന്ത് എഴുതാൻ പറ്റും, ടി മൈനസ് അല്ല ടി ഓൺ എന്ന് പറയുന്നത് ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ്. അതുകൊണ്ട് ടി ഓൺ നമ്മൾ എന്ത് എഴുതി, ടോട്ടൽ ടൈമിൽ നിന്ന് ഓഫ് ടൈം കുറച്ചത്, ടി മൈനസ് ടി ഓഫ്. ദർഫോർ ഈ ടി ഇങ്ങോട്ട് പോയാൽ ഡി ടി ഇസിക്കൽ ടു ടി മൈനസ് ടി ഓഫ്, ദാറ്റ് ഈസ് ടി ഓഫ് ഇസിക്കൽ ടു ടി ഇൻറ്റു 1 മൈനസ് ഡി. അതായത് ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ വി ഒ ഇസിക്കൽ എൽ ഇൻറ്റു ഡി ഐ എൽ ബൈ ടി ഓഫ് എന്നുള്ളത്. അപ്പോൾ ഈ ടി ഓഫിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ഡ്യൂട്ടി റേഷ്യോ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ അവസാനം നമുക്ക് എന്ത് കിട്ടി, ടി ഓഫ് ഇസിക്കൽ ടു ടി ഇൻറ്റു ടോട്ടൽ ടൈം ഇൻറ്റു 1 മൈനസ് ഡി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എൽ ഇൻറ്റു ഡെൽറ്റ ഐ എൽ ഡിവൈഡ് ബൈ ടി ഓഫിന് പകരം ടി ഇൻറ്റു 1 മൈനസ് ഡി എന്ന് എഴുതി അല്ലേ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡെൽറ്റ ഐ എൽ അല്ലേ. അപ്പം ഡെർഫോർ ഡെൽറ്റ ഐ ഇസിക്കൽ ടു എന്ത് കിട്ടും, ഡെൽറ്റ ഐ എൽ വി സീറോ ഇൻറ്റു ടി ഓഫിന് പകരം എന്നിട്ട് ടി ഇൻറ്റു 1 മൈനസ് ഡി അല്ലേ ഡിവൈഡ് ബൈ എൽ കിട്ടും. അപ്പം വി സീറോ ബൈ എൽ ഇൻറ്റു 1 മൈനസ് ഡി ഇൻറ്റു ടി, ടി ഓഫിന് പകരം 1 മൈനസ് ഡി ഇൻറ്റു ടി എന്ന് എഴുതി. ജസ്റ്റ് ഇതെങ്ങനെയാണ് ടി ഓഫിനെ ടീൻ്റെയും ഡ്യൂട്ടി റേഷ്യൻ്റെയും ടേമിലേക്ക് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പം ഡെൽറ്റ ഐ എൽ ഇസിക്കൽ ടു വി സീറോ ഇൻറ്റു ബൈ ഐ എൽ ഇൻറ്റു 1 മൈനസ് ടി ഇൻറ്റു ടി. ഇതാണ് ഇക്വേഷൻ ഫോർ കറണ്ട് റിപ്പിൾ. ഓക്കെ, കറണ്ട് റിപ്പിൾ വിൽ ബി അറൗണ്ട് 1% to 2%. ഇനി ഡെൽറ്റ ഐ എൽ എടുത്തത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ, കാരണം ചേഞ്ച് ഇൻ കറണ്ട് അതല്ലേ, ഈ ഒരു വാല്യൂ, ഈ മാക്സിമത്തിൻ്റെയും മിനിമത്തിൻ്റെയും വാല്യൂ, അതാണ് എന്ത് റിപ്പിൾ കറണ്ടായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇക്വേഷൻ ഫോർ വോൾട്ടേജ് റിപ്പിൾ. എന്താണ് ഇക്വേഷൻ ഫോർ വോൾട്ടേജ് റിപ്പിൾ? Q is equal to CV നമ്മൾ പഠിച്ചിട്ടുണ്ട്. Q ചാർജ് is equal to CV. Q is equal to CV എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പം Qന് പകരം നമുക്കെന്താണ് റിപ്പിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് Q ഡെൽറ്റ Q is equal to C ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് V ഡെൽറ്റ V0 അല്ലേ. Q is equal to CV. അപ്പം ഡെൽറ്റ Q is equal to C ഇൻറ്റു ഡെൽറ്റ V. ദർഫോർ ഡെൽറ്റ വിക്ക് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് റിപ്പിളാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഡെൽറ്റ V0 is equal to ഡെൽറ്റ Q ബൈ C, അതായത് സീനെ താഴോട്ടെടുത്തു. ഇനി എന്തുണ്ട്, ഹാഫ് ഇൻറ്റു ഡെൽറ്റ IL ബൈ 2C ഇൻറ്റു T ബൈ 2 എഴുതാം. എന്നിട്ട് അതിനെ 1/8 ഇൻറ്റു ഡെൽറ്റ V0 1/8 ഇൻറ്റു V0 ഇൻറ്റു T സ്ക്വയർ ഇൻറ്റു 1 മൈനസ് D ബൈ LC എന്ന് കിട്ടി. അപ്പോൾ ഡെൽറ്റ V0 V0 ബൈ L ഇൻറ്റു TS സ്ക്വയർ ഇൻറ്റു 8C ഇൻറ്റു 1 മൈനസ് D ഇങ്ങനെ കിട്ടും. അപ്പോൾ ആക്ച്വലി ഇതെങ്ങനെ കിട്ടിയതെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതെങ്ങനെ കിട്ടിയെന്ന് അറിയണമെങ്കിൽ ഡെൽറ്റ Q ഡെൽറ്റ C. അപ്പോൾ ആക്ച്വലി ഇത് കിട്ടിയത് നമ്മളെ എന്താണ് കപ്പാസിറ്റർ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് ഇതിങ്ങനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാനത് എങ്ങനെയാണ് കിട്ടിയെന്ന് പറയുന്നില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ പഠിക്കുക, ഡെൽറ്റ V0 V0 ബൈ L ഇൻറ്റു TS സ്ക്വയർ ബൈ 8C ഇൻറ്റു 1 മൈനസ് D. ഈ ഒരു ഇക്വേഷൻ ഒക്കെ പഠിക്കുക. ഓക്കെ, ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ ഡെറിവേഷൻ പാടൊന്നുമില്ല, വേണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിൽ അല്ലെങ്കിൽ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടിയതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, പോരെ, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അന്നേരം പറഞ്ഞുതരാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും എന്താണ് ആ ഒരു ട്രയാങ്കിളൊക്കെ കൺസിഡർ ചെയ്തിട്ട് പറയണം, അതുകൊണ്ടാണ്. ഓക്കെ.